ഇതാണ് കേട്ടോ എൻട്രൻസ്. ഞാൻ സൈഡിലൊക്കെ വെയിറ്റിംഗ് ഏരിയ. ഒരു സാറ് വന്ന് എന്നെ കൊണ്ടുപോവാന്നാ പറഞ്ഞേ എല്ലാം കാണിക്കാൻ. ഇപ്പോൾ ഹോസ്റ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ബാറ്ററി കാറിൽ. Laundry station. So third entity from IFB. Laundry is something additional. ഈ കാണുന്നതാണ് ഡൈനിങ് സ്പേസ്. ഇത് 3 ഫ്ലോറാണ്. മൊത്തം 400 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞത്. ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നോൺ വെജ് സെർവ് ചെയ്യും എന്ന് പറഞ്ഞു. അതും ഇന്ത്യൻ ക്യൂസീൻ മാത്രമല്ല, മെക്സിക്കനും സ്പാനിഷ് ഫുഡും ചൈനീസും ഒക്കെ കൂടി മിക്സ്ഡ് ആണെന്നാണ് അവരുടെ മെനുവിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. സോ ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ, ബോയ്സ് ഹോസ്റ്റൽ. ബോയ്സ് ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്താണ് ഇതാണ് നമ്മുടെ ക്യാൻറ്റീൻ സ്പേസ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും തൊട്ടടുത്താണ്. ഇത്രയേ ഉള്ളൂ നടക്കാൻ. ലഞ്ച് പക്ഷേ ബിൽഡിങ്ങിൽ നിന്ന് വരേണ്ടി വരും. Okay. Moving ahead, we have a kabaddi court here, a small ball shooting area, 2 lawn tennis, behind that a croquet court. So croquet again is a European game. That is a food truck operational during sports timing, that is early morning 4 to 8, evening 5:30 till midnight 12. Sports complex inaugurated by the current CM for Telangana. ആണ് സാമ്പിൾ ഒരു ബെഡ്റൂമാണ്. 3 പേര് ഷെയർ ചെയ്യുന്ന റൂമാണ്. 3 വാർഡ്രോബ് ഉണ്ട്. ഇവിടെ വേറെയും വിസിറ്റേഴ്സ് ഇപ്പോൾ ഉണ്ട് ഈ റൂമിൽ. ഇത് ബാത്റൂമിലേക്കുള്ള എൻട്രൻസ് ആണ്, ഞാൻ പിന്നെ കാണിച്ചു തരാം. പിന്നെ 3 സ്റ്റഡി ഏരിയ ഇങ്ങനെ ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് വിത്ത് വ്യൂ ആണ്. അത് എല്ലാ ഫ്ലോറിലും ഇങ്ങനെ വ്യൂ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറാണ് കേട്ടോ കാണുന്നത്. പിന്നെ ഇവിടെ ഇപ്പോൾ എക്സ്ക്യൂസ് മീ ഇവിടെ ഇത് ബാത്റൂമിലേക്ക് കിടക്കാനാണ്. ഇപ്പോൾ ബാത്റൂം ആണെങ്കിൽ തന്നെ ഇവിടെ ഇങ്ങനെ 2 ബാത്റൂം. അപ്പോൾ ഇതേ സെറ്റപ്പാണ് എല്ലാ ബെഡ്റൂം. മീൻസ് ഒരു റൂം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 3 പേർക്ക് കിടക്കാനും പറ്റും. 2 ബാത്റൂം ഉണ്ടാവും. പിന്നെ ഇങ്ങനെ ഒരു മിററും ഉണ്ടാവും. പിന്നെ ഇങ്ങനെ ഇതാണ് നമ്മുടെ ബെഡ് സെറ്റപ്പ് കേട്ടോ. ഈ കാണുന്നതാണ് ഗേൾസ് ഹോസ്റ്റൽ. ഇത് ഒരു ബിൽഡിംഗ് ആണ്. ബോയ്സിൻ്റെ ഇതൊരു ടവർ, ബാക്കിൽ വേറെ ടവർ, ഇതാണ് ഇപ്പോൾ നമ്മൾ കണ്ട ടവർ. അങ്ങനെ 3 ടവറാണ് ബോയ്സിന്. ഈ ടവറുകളിലെല്ലാമാണ് പ്രൊഫസേഴ്സും ഒക്കെ. അപ്പം മെയിൽ പ്രൊഫസേഴ്സ് എല്ലാം ഈ മെയിൽ മീൻസ് ബോയ്സ് ഹോസ്റ്റലിലും, ഈ ലേഡീസ് പ്രൊഫസേഴ്സും ലെക്ചേഴ്സ് എല്ലാവരും ഈ ഹോസ്റ്റലിലും. അങ്ങനെ സെയിം ബിൽഡിങ്ങിൽ തന്നെയാണ് പ്രൊഫസേഴ്സും താമസിക്കുന്നത്. അങ്ങനെ പറഞ്ഞ കേട്ടോ. ഇത് കാണേണ്ട ഒരു സംഭവം കേട്ടോ. ഇതാണ് ഇവരുടെ ന്യൂലി ലോഞ്ച്ഡ് സംഭവം. ഇന്റർനാഷണൽ കോച്ചസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഫുട്ബോൾ മാത്രമല്ല, ലോങ് ജമ്പ്, ടേബിൾ ടെന്നീസ്, ഷോട്ട് പുട്ട്, പിന്നെന്താ പറഞ്ഞത്, വേറെന്തൊക്കെ പറഞ്ഞല്ലോ, സ്ക്വാഷ്, അങ്ങനെ ഒരു 4-5 സ്പോർട്സുകൾ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു കമ്പൈൻഡ് ഒരു സംഭവമാണ്. സ്ലോട്ട് നേരത്തെ കൂടി ബുക്ക് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യണം. എല്ലാത്തിനും സ്പെഷ്യലൈസ്ഡ് കോച്ചസ് അവൈലബിൾ ആണ്. ഈവനിങ് 5 PM ടു നൈറ്റ് 12 വരെ അവൈലബിൾ ആണ്. സ്റ്റേഡിയം കണ്ടില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ഇൻസൈഡ് ബിൽഡിങ്ങിലേക്ക് പോയെന്ന്. ആ ഇൻസൈഡ് ബിൽഡിംഗ് വേറെ ഒന്നല്ല, അത് ജിമ്മാണ്. ജിമ്മിന് ബുക്കിങ്ങിൻ്റെ ആവശ്യമില്ല. രാത്രി 12 മണി വരെ എനി സ്ലോട്ട് നമുക്ക് വരാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ മെഷീൻസ്, കാർഡിയോ മെഷീൻസ് ഇവിടെ ഉണ്ട്. വെയ്റ്റ് ലിഫ്റ്റിങ്ങിൻ്റെ ഏരിയയിലേക്ക് ഇതുപോലെ 3 ജിമ്മുണ്ട് കേട്ടോ. സോ ഒരെണ്ണം യൂണിസെക്സ് ആണ്, ഒരെണ്ണം ബോയ്സിന് മാത്രമാണ്, ഒരെണ്ണം ഗേൾസിന് മാത്രമാണ്. ഏതാണോ ഒക്യുപ്പൈ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതൊക്കെ BBA തന്നെ അപ്ലൈ ചെയ്തിട്ടുള്ള കുട്ടിയാണ് കേട്ടോ. മീൻസ് അങ്ങനത്തെ ടൂറിന് വന്ന ഈ ബോയ് BBAക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ബോയാണ്. അവിടെ ആ ബ്ലാക്ക് ഇട്ട് നടക്കുന്നതും ഈ വൈറ്റ്. പിന്നെ ഓരോ കോട്ടിലും അതിൻ്റേതായ യൂണിഫോമും എക്യുപ്മെൻസും ഇടണം. അല്ലാതെ വേറെ എന്തെങ്കിലും ഇട്ടിട്ട് കാര്യമില്ല. അപ്പോൾ റെൻറ്റിന് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. അപ്പോൾ അതിനുള്ള ഷോപ്പും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ആ ഷോപ്പ് കാണിക്കാൻ ഇപ്പോൾ കൊണ്ടുവന്നു. ഇതും ഈ ബിൽഡിങ്ങിൻ്റെ. ഇനി ഇൻഡോർ ബാഡ്മിൻ്റൺ കോർട്ടിലേക്കാണ് കൊണ്ടുപോകാന്ന് പറഞ്ഞത്. ഓക്കേ, സോ ഇതാണ് നമ്മുടെ ഇൻഡോർ ബാഡ്മിൻ്റൺ കോർട്ട്. ഇതും സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് കളിക്കേണ്ട സംഭവമാണ്. These are 8 synthetic courts completely on this Canadian maple wood flooring.
with a seating capacity of 200, fully operational on the solar panel. And this is actually bigger than the Gopi Chand Academy. ടേബിൾ ടെന്നീസ് ഇവിടെ ഉണ്ട്, അത് കാണുന്നുണ്ടോ ഇവിടെ. ഇത് സ്ക്വാഷ് സ്പേസ് ആണ്. പിന്നെ ഇവിടെ ഒരു വേറെ ജിം ഏരിയ ഉണ്ടായിരുന്നു, വേറൊരു ജിം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ 3 എണ്ണം ഉണ്ടെന്ന്. അപ്പം അതിൻ്റെ ഇതുപോലെ ഒരെണ്ണം കൂടെ ഉണ്ട് സ്ക്വാഷിൻ്റെ. ഇതാ സെയിം സ്ഥലം, ഇത് എൻ്റെ സ്ഥലമാണ് സൂംബ. ഇവിടെയും സ്ലോട്ട് ബുക്ക് ചെയ്യണം. ഇങ്ങനെ മിറർ ഉണ്ട്, ഇതുപോലെ ഒരു സ്പേസ്. സെയിം ഫ്ലോറിൽ തന്നെ ചെസ്സിൻ്റെ സ്പേസ് ഉണ്ട്. ഇവിടെയും ഒരു കോച്ച് ഉണ്ട്. ഇവരെല്ലാവരും ഈ ഈവനിങ് 5 to. പിന്നെ അതേ ക്യാരം ബോർഡുണ്ട്, ഒന്നും കിട്ടിയില്ലെങ്കിൽ ക്യാരം ബോർഡ് കളിക്കാം, സ്ലോട്ടൊക്കെ. ഇപ്പം നമ്മൾ ടോപ്പ് ഫ്ലോറിലെത്തി. ഇവിടെയും ഇതുപോലെ എന്തൊക്കെയോ ഇൻഡോർ ഗെയിംസിൻ്റെ സ്പേസൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാൽ ഈ സ്പോർട്സ് ഏരിയയുടെ ഇത് കിട്ടും. ഇതാണ് ഇവരുടെ മെയിൻ ക്രിക്കറ്റ് സ്റ്റേഡിയം, ഈ കാണുന്ന സംഭവം. അവിടെ ഒരു വലിയൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ അവിടെ നിന്ന് കണ്ട സംഭവം, ബിൽഡിങ്. ഇവിടെ ഇങ്ങനെ ഒരു സാധനം കൂടെ ഉണ്ട്. അതെ, എല്ലാ ആഴ്ചയിലും എന്താ പറയുക, എല്ലാ ആഴ്ചയല്ല, ഇത് പറ്റില്ല കേട്ടാ. നമ്മൾക്ക് നാട്ടിൽ പോകാനോ അങ്ങനെയൊന്നും ഇല്ല. ഇവർക്ക് എല്ലാ വീക്കെൻഡിലും ഓരോ സ്പെസിഫൈഡ് പ്രോഗ്രാംസ് ഉണ്ട്. ഈ കാണുന്ന സ്പേസ് ഉണ്ടല്ലോ, ഇതിൽ ഈ സ്പെസിഫിക് ഹില്ല്, ഇത് ഇവരുടെ ഒരു സ്പെസിഫൈഡ് NCC അർബൻ ട്രെക്കിംഗ് ആണത്രേ. അത് ഏതാണ്ട് എത്രയോ ഏക്കർ സ്പേസ് ഒക്കെ പറഞ്ഞു. ഇത് ഇവരുടെ ഒരു മാൻഡേറ്ററി പ്രോഗ്രാമാണ്. ഈ ട്രെക്കിങ്ങിന് പ്രൊഫസേഴ്സും സ്റ്റുഡൻസും പോകുന്നത് ബാച്ച് വൈസ്. അപ്പോൾ ബാച്ച് വൈസ് ട്രെക്കിങ് വീക്കെൻഡിലെ മസ്റ്റ്. ഇവിടെ ഹോസ്പിറ്റലിൽ 2 ഡോക്ടേഴ്സും എന്താണ് 2 നേഴ്സും പിന്നെ മെഡിക്കൽ സർവീസസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഫാക്കൽറ്റീസ്. For the PGDM and PGXP, and these are the new ones. So now your classrooms have 3 different kind of seating arrangements. ഇത് ലൈബ്രറിയാണ്. രാത്രി 2 മണി വരെ യൂസ് ചെയ്യാം. എക്സാം ടൈമിൽ 24 hours യൂസ് ചെയ്യാം. ഇതാണ് സ്പേസ്. ഇത് അജോസിൻ്റെ BBAയുടെ ഫൈനാൻസിൻ്റെ ഒരു ലാബാണ് കേട്ടോ. അപ്പോൾ ഇത് BBAക്കാരുടെ ഫസ്റ്റ് ഇയർ തൊട്ടുണ്ടാവുന്ന ഒരു ലാബ് സെറ്റപ്പാണ്. ഇങ്ങനെയാണ് ഇവരുടെ ലാബിൻ്റെ ക്ലാസ് റൂമിൻ്റെ സെറ്റ്. ഇതാണ് എൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, ബോർഡ്, സ്ക്രീന്, പിന്നെ ഇവിടെ ഇത് സിസ്റ്റം. ഇതാണ് ക്ലാസ് റൂം. എനിക്ക് വയ്യ. അടിപൊളി സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. ഇത് ഫസ്റ്റ് ഇയർ ക്ലാസ് റൂമാണ്. ഇങ്ങനെയാണ് സ്ക്രീന്, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നോക്കട്ടെ. കൊള്ളാം, ഇറ്റ്സ് നൈസ്. സ്ക്രീനും ഉണ്ട്. AC ക്ലാസ് റൂംസാണ്. ഫാന്. ഇതുപോലെയുള്ള അക്വാ ഗാർഡുകൾ ത്രൂ ഔട്ട് ഉണ്ട്. പക്ഷേ എന്താണ്, പ്ലാസ്റ്റിക്കുകൾ യൂസ് ചെയ്യാൻ പാടില്ല. കുട്ടികൾ കയ്യിൽ ഈ സ്റ്റീലിൻ്റെ തെർമോ ഫ്ലാസ്ക് കൊണ്ട് നടക്കണം. പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം നിറയ്ക്കുന്നത് കണ്ടാൽ 7,000 ആണ് ഫൈൻ കേട്ടോ. BBA സെക്കൻഡ് ഇയർ ആകുമ്പോൾ ക്ലാസ് റൂം ഇങ്ങനെയാണ് വരിക. ഇതും കാരണം സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും, അപ്പോഴേക്കും സ്ട്രെങ്ത് കുറയും. ഇതൊരു വേറെ കോൺസെപ്റ്റ്, മൂട്ട് കോട്ട് എന്നാണ് പറഞ്ഞത്. അതായത് റിയൽ ലൈഫ് ലോ സിസ്റ്റം ഇവർക്കുണ്ടല്ലോ. ലോ ഇവരുടെ ഒരു മാൻഡേറ്ററി പ്രോഗ്രാമാണ്. അത് ഇവർ ലൈവായിട്ട് ഇവർ ലാബിൽ ചെയ്ത് കാണിക്കും. ഇത് കണ്ട സാമ്പിള്, ഈ പ്രതികൾ നിൽക്കണ കൂട്, ഇത് ചോദ്യം ചെയ്യും. പിന്നെ ജഡ്ജി ഇരിക്കണ സ്ഥലം, ഇത് ആളുകൾ, സൈരിക്കുള്ള ആ ഒരു സെറ്റപ്പാണ്.